ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീമി ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ഒരുപാട് ഫ്രൂട്ട്സും ഐറ്റംസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം ഫുള്ളായിട്ട് കാണാൻ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന മാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ മിക്കവരുടെയും വീട്ടിൽ മാങ്ങ ഉണ്ടാവും. അപ്പോൾ ഇവിടെ മാങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെറുപഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന അതേ ഫ്രൂട്ട്സ് തന്നെ ചേർക്കണം എന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏത്തം പഴമാണ്, നമ്മുടെ വലിയ പഴം ഉണ്ടല്ലോ. അപ്പോൾ ഇതും വേറൊരു ഐറ്റം മാങ്ങയാണ്. നമ്മളിപ്പോൾ 2 ഐറ്റം മാങ്ങയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണുള്ളത് അത് ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇനി കുറച്ച് ആപ്പിളും കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഏത്തപ്പഴം മാത്രമാണ് എന്നുണ്ടെങ്കിലും അത് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു സലാഡ് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് നട്ട്സും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതായത് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അല്ല സാധാരണ നമ്മൾ ഈ കസ്റ്റാർഡ് ഒന്നും ചെയ്ത് ഒരുപാട് സമയമൊന്നും വേണ്ട, വിപ്പിംഗ് ക്രീമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമുള്ളൂ. അത് ഡയറക്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീറ്റ് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വിപ്പിംഗ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 25ൽ കൂടുതൽ വിപ്പിംഗ് ക്രീം നമ്മുടെ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീംസ് കാണാനായിട്ട് വിപ്പിംഗ് ക്രീം ബൈ സിംപ്ലി കേളി വിത്ത് ഷബ്നാഷാഹിൻ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീമി ഫ്രൂട്ട് സലാഡാണ്. പിന്നെ ഈ ഒരു ഫ്രൂട്ട് സലാഡ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരുപാട് തണുപ്പിച്ചിട്ടൊന്നും കഴിക്കേണ്ട, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെസിപ്പി എല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.